ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും കോസ്മെറ്റോളജിസ്റ്റും എന്ന നിലയിൽ ഞാൻ വരെ ബ്രൈഡ്സിനോട് ചില സമയങ്ങളിൽ നിങ്ങൾ ഫേഷ്യൽ ചെയ്യുന്നതിലും നല്ലത് നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് സ്കിൻ അനലൈസ് ചെയ്ത് അവരുടെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് നോക്കിയിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് മാത്രം എടുക്കാനേ ഞാൻ എപ്പോഴും പറയാറുള്ളൂ. നമ്മളെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ അതിനൊന്നും എതിരല്ല. പക്ഷേ പാവപ്പെട്ട ബ്യൂട്ടീഷ്യന്മാർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി അവരുടെ സ്റ്റാഫുകളുടെ കുടുംബം വളർത്താനായി ഞങ്ങൾ ഒരുമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർ പറയുന്നത് കല്യാണത്തിന് മുമ്പ് ബ്രൈഡ്സ് ഒരിക്കലും ഫേഷ്യൽ ചെയ്യരുതെന്നാണ്. എന്താണ് അതങ്ങനെ? ഞങ്ങളൊക്കെ ഒരുപാട് മേക്കപ്പുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആദ്യമേ അവരോട് പറയുന്നുണ്ട്, 4 ദിവസം മുമ്പ് നിങ്ങൾ ഫേഷ്യൽ ചെയ്താൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കൊമിഡോൺസ്, കാര, വൈറ്റേഴ്സ്, ബ്ലാക്കേഴ്സ് അങ്ങനെയുള്ളതെല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് രക്തചംക്രമണം കൊടുത്ത് നല്ല മസാജിങ് കൊടുത്ത് ആ സ്കിന്നിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ മുഖത്ത് നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ അതിന്റെ ഒരു ഫിനിഷിംഗ് വേറെ തന്നെയാണ്. ഇവർ എന്തിനാണ് ബ്രൈഡ്സ് ഫേഷ്യൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഇവർ വ്യക്തമാക്കണം. ഇതൊക്കെ ഓക്കെ, ആ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വ്യത്യാസം സ്കിന്നിലുണ്ടാവും. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ഫേഷ്യൽ ചെയ്യണമെന്നില്ല, സ്കിന്നിനെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മുടെ സ്കിന്നിന് പുറത്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഫേഷ്യൽ എന്ന് പറയുന്നത്, ഒരിക്കലും ഉള്ളിലല്ല. നമ്മളിപ്പം അധികം ഒന്നും സ്കിന്നുമായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാത്ത ഒരു സാധാരണ ഒരു ബ്രൈഡ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം അധികം ട്രീറ്റ്മെന്റ് ചെയ്യാത്ത കുറച്ച് പ്രീമിയം ബ്രൈഡ് വന്നാൽ പോലും അവർക്ക് പുറത്തുനിന്ന് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വെറുതെ ഒരു ഫേഷ്യൽ റെക്കമെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ ഡെർമറ്റോളജിസ്റ്റ് അവരെ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം ഇൻടേക്ക് എടുക്കാനുണ്ടെങ്കിൽ അതും എടുക്കുക. അതല്ല പുറമെ ട്രീറ്റ്മെന്റ് ചെയ്യാനെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്തു തരും, അത് നിങ്ങൾ ചെയ്യും. കാരണം വ്യക്തമാക്കാൻ പറഞ്ഞില്ലേ, ഇതാണ് റീസൺ. നമ്മൾ ഒരു സ്കിന്നിനെ അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് അതിനൊരു ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇത് അറിയാത്ത മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ട്, ഞാൻ അറിയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ ഫസ്റ്റ് തന്നെ എല്ലാ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ നിന്ന് എടുത്ത് പറഞ്ഞത് മാത്രമാണ് പറയുന്നത്. ഞങ്ങൾക്ക് സ്കിന്നിനെ കുറിച്ച് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ കുറച്ചല്ല വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ഒരു സ്കിന്നിനെ അറിയാതെ ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, പക്ഷേ ഞങ്ങൾ അതിൽ പെടുത്തരുത്. എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റല്ല, കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ്. നിങ്ങളിലും ഒരുപാട് തെറ്റ് ചെയ്യുന്നവരില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നത്? ഇല്ല, കുറച്ച് പേര്. ആ കുറച്ച് പേര് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ആ കുറച്ച് പേര് കുറച്ച് എന്നെടുത്ത് പറയാം. ഇവർ നമ്മളുടെ അടുത്തേക്കാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വിടുന്നത്. അതിന് മാത്രം ഇവർ എന്തിനാണ് വിടുന്നത്? ഇവർക്ക് എന്തറിയാം സ്കിന്നിനെ കുറിച്ച്? ആര് പറഞ്ഞു നിങ്ങളോട് മാത്രമാണ് ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വിടുന്നത്? എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും, അത്യാവശ്യം എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും ബേസ് ആയിട്ടാണെങ്കിലും ഹെയർ റിമൂവ് ചെയ്യാനുള്ള വഴി അവർക്കറിയാം. അവർ മേക്കപ്പിന് മുമ്പ് ഹെയർ റിമൂവ് ചെയ്തിട്ടാണ് ഒരു 90% എബോ മേക്കപ്പ് ആർട്ടിസ്റ്റും മേക്കപ്പ് ചെയ്യാം. നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഈ മേക്കപ്പ് എന്ന് പറയുന്ന സംഭവം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് കഴുകിയാൽ പോകുന്നതാണ്. ശരിയാണ്, അവർ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നത്. പിറ്റേ ദിവസം നമ്മളൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ കുടുംബത്തിലെ സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ ഈ പെൺകുട്ടിയുടെ മുഖം നല്ല മിന്നി തിളങ്ങുന്നത് ഞങ്ങളെ പോലുള്ളവർ അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്യുന്നതുകൊണ്ടാണ്. കൊള്ളാം കൈ വെട്ടി ഇതൊക്കെ അങ്ങനെ കൈ കടിച്ച് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അതായത് ഒരു ബ്രൈഡ് അല്ലെങ്കിൽ ഒരു ഗ്രൂം, ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഏറ്റവും നല്ല ഹാപ്പി മൊമെന്റ് ആണ് വെഡിങ് ആഫ്റ്റർ കുറച്ച് ദിവസം. ഈ സമയത്ത് ഹോർമോണൽ ചേഞ്ച് സാധാരണമാണ്. ഒരു കോസ്മെറ്റോളജിസ്റ്റ് ആയ താങ്കൾക്ക് ഇത് അറിയില്ലേ? അല്ലാതെ നിങ്ങൾ ചെയ്ത ഫേഷ്യലിന്റെ ഗുണം കൊണ്ട് മാത്രമാണോ? ഫേഷ്യൽ ചെയ്യാത്ത എല്ലാ ബ്രൈഡ്സും ഇതുപോലെ ഇതിലും ഭംഗിയായിട്ട് തിളങ്ങി നിൽക്കും. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ പറയാതെ? ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുന്നതൊന്നും നിങ്ങൾ കോസ്മെറ്റോളജി പഠിച്ചിട്ടൊന്നുമില്ലേ? അപ്പോൾ അലിഗേഷൻസ് പറയുമ്പോൾ അവരെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം, എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ട. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ എന്തെങ്കിലും ഒരു അലിഗേഷൻ പറയുമ്പോൾ അത് ആ വ്യക്തിനെ ഉദ്ദേശം മാത്രമായിരിക്കും. ഒന്നുകിൽ നിങ്ങൾ ആ വ്യക്തിയുടെ പേര് പറയും, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പേരെന്നോ അല്ലെങ്കിൽ ചിലർ എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ സകല ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റും നിങ്ങൾ പണി കളയാൻ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടാണ്ട് വർക്ക് കിട്ടില്ല. ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടാൽ പോലും റീച്ച് കിട്ടാത്ത പലരും ഉണ്ട്. റീച്ച് മാത്രമല്ല, നമ്മുടെ വർക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആണോ എങ്കിൽ മാത്രമേ അത് ഫേഷ്യൽ ആയിക്കോട്ടെ മേക്കപ്പ് ആയിക്കോട്ടെ എന്തായാലും കിട്ടുള്ളൂ. അപ്പൊ അത് ചിന്തിക്കാം. ഓക്കെ, ബൈ.